നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവായ രീതിയിലാണ് നിലകൊണ്ടത്. പോസിറ്റീവായ രീതിയിൽ കൊള്ളുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ നിഫ്റ്റി ഒരു 10-300 പോയിന്റ് റാലി രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിഫ്റ്റി ഇന്നലെ 20 പോയിന്റ് മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായ രീതിയിൽ ഏകദേശം 90 പോയിന്റിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രധാന ഉണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ ഡേറ്റ. അത് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 3.53 എന്നുള്ള രീതിയിലാണ്. അതായത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും താഴ്ന്ന രീതിയിൽ നമ്മുടെ പണപ്പെരുപ്പം വന്നു. RBI ബെഞ്ച് മാർക്കിനേക്കാളും വളരെ താഴ്ന്ന രീതിയിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഡേറ്റ ഇന്നലെ വളരെയധികം പോസിറ്റീവായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിയാതെ ആ ഒരു ഡേറ്റ നമ്മളെ കാത്തു. കൂടാതെ മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിൻ്റെ റീസ്ട്രക്ചർ അത് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് HDFC ബാങ്കിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ HDFC ബാങ്ക് അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും നമ്മുടെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ മിക്സ്ഡ് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. US മാർക്കറ്റിൽ നിന്ന് എല്ലാ ആളുകളും കാത്തിരിക്കുന്ന അവിടുത്തെ ഇൻഫ്ലേഷൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 വരുന്നത്. ഇനി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് 3 പ്രധാന സ്റ്റോക്കുകളുടെ റിസൾട്ട് ഉണ്ട്. ഹീറോ മോട്ടോകോർപ്പ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. കൂടാതെ തന്നെ FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 4600 കോടി രൂപ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈക്വലൻ്റായ രീതിയിൽ അത് ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ന്യൂട്രലായ രീതിയിൽ പോയി. റീറ്റെയിലേഴ്സ് ആദ്യം മേ ബി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാമെന്നുള്ളൊരു പെർസ്പെക്റ്റീവിലായിരിക്കാം ഉണ്ടായിരുന്നത്. എന്നാൽ നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് തിരിച്ച് കയറിയപ്പോൾ ആളുകളെല്ലാം തന്നെ കോൾ ഷോർട്ട് ചെയ്തത് എല്ലാം തന്നെ എക്സിറ്റ് ചെയ്തു. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ സ്റ്റിൽ PCR ഉള്ളത് 1ൽ താഴെയാണ്. ഫിനിഫ്റ്റി ഇന്ന് എക്സ്പയറി. ഫിനിഫ്റ്റിയുടെ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഫിനിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോൺ ഉള്ളത് ഏറ്റവും ഹയർ റെസിസ്റ്റൻസ് സോൺ 23,500 എന്ന റേഞ്ചിലാണ്. PCR 0.75 എന്ന നിലയിലാണ്. അപ്പോൾ ആളുകൾ വളരെ അഗ്രസീവായിട്ടൊന്നും പുട്ട് ഷോർട്ട് ചെയ്തിട്ടില്ല. കുറച്ചധികം കോഷ്യസ് ആയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ 59, ബ്രന്റ് ഓയിൽ 81, ഗോൾഡ് അടിച്ച് കയറിപ്പോയി. ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് $2,469 പെർ ഔൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ചൈന കൊറിയ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് കാണാം 15. ജർമ്മൻ UK ഫ്രാൻസുകൾ ഈവൻ ഈവൻ US മാർക്കറ്റും മിക്സ്ഡ് ആയൊരവസ്ഥയിലാണ്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ ഭയം ഇല്ലാതിരുന്നില്ല. വിക്സ് സ്പൈക്കായത് മാർക്കറ്റിലുള്ള ചാഞ്ചാട്ട സാധ്യതകളെ വർദ്ധിപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് സ്റ്റേബിളായി. ഹിൻഡൽബർഗ് ഇഷ്യൂസ് അത് ഡൈജസ്റ്റായി. അതിൽ യാതൊരു റെലവൻ്റ് ഇല്ല. അതെല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് വന്നതുകൊണ്ട് ആളുകൾ അതിനെ വലിയ രീതിയിൽ ഭയക്കുന്നില്ല. പിന്നെ ഈ തവണ ഒരു കമ്പനിക്ക് മേലെ അല്ല, അതായത് ഒരു പുതിയൊരു കമ്പനിക്ക് മേലെയാണ് ആരോപണമെങ്കിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമായേനെ. ഇത് പഴയ ആരോപണം തന്നെ ഒരു പ്രത്യേക രീതിയിൽ വഴിതിരിച്ച് വിട്ട രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അതേ സ്റ്റോക്ക്, അതായത് അദാനി സ്റ്റോക്ക് 80% ഇടിഞ്ഞ അതേ സ്റ്റോക്കുകൾ തിരിച്ചും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് അത്ര ഇമ്പാക്റ്റ് വന്നില്ല. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് MSI ഇൻക്ലൂഷനാണ്. RVNL, ഡിക്സൺ ടെക്, വോഡാഫോൺ ഐഡിയ, ഈവൻ HDFC എല്ലാം തന്നെ MSI ഇൻക്ലൂഷൻ കാൻഡിഡേറ്റാണ്. വോഡാഫോൺ ഐഡിയ നെറ്റ് ലോസാണ് ഉള്ളത്. പക്ഷേ ലോസ് കുറച്ച് കൊണ്ടുവന്നു. 7,675 കോടി രൂപ ലോസിൽ നിന്ന് 6,432 കോടി രൂപ ലോസിലേക്ക് ലോസ് കുറച്ചു. ഹഡ്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 11% ഉയർന്നു. IRFC കമ്പനി ഇവരുടെ റവന്യൂ 6,765 കോടി രൂപ. റവന്യൂവിൽ ഏകദേശം 1.5% വർധനവ് ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. NMDC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നു. കൂടാതെ തന്നെ RCF കമ്പനി നെറ്റ് പ്രോഫിറ്റ് 84% ഫോൾ ആയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ ഇത്തവണ 113 കോടി രൂപയാണ്. 47 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു പ്രോഫിറ്റ്. ITA കമ്പനി നെറ്റ് ലോസാണുള്ളത്, 91 കോടി രൂപ ലോസ്. പക്ഷേ കഴിഞ്ഞ തവണയും ലോസാണ് ഉണ്ടായിരുന്നത്, 106 കോടി രൂപ ലോസ്. അതായത് ലോസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. JSW സ്റ്റീൽ കമ്പനി ഇവർ NSW HSS
$120 മില്യൺ കൊടുത്ത് ഈ ഒരു കമ്പനീനെ അക്യൂർ ചെയ്തു. ഒലക്ട്ര ഗ്രീൻ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. KP ഗ്രീൻ എനർജി കമ്പനി 1000 കോടി രൂപ ഇവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 970 കോടി രൂപ മുടക്കി ഇൻ്റർനാഷണൽ ഷിപ്പുകളെല്ലാം തന്നെ റിപ്പയർ ചെയ്യുന്ന പുതിയ ഫെസിലിറ്റി ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആമി ഓർഗാനിക് കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പവർ മെക്ക് കമ്പനി 51 കോടി രൂപയിൽ നിന്ന് 60 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അത് ടെലഗ്രാം ചാനൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ തന്നെ ഇന്നത്തെ FIA ബാന്, ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള FISൻ്റെ ആക്ടിവിറ്റീസ്, IPO അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രേഡ് ബഡി എന്ന ടാബിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുക. ആളുകൾ പൊതുവെ ചോദിക്കാറുണ്ട് ചിലവ് കുറഞ്ഞ ബ്രോക്കർ ഏതാണെന്ന്. ചിലവ് കുറഞ്ഞത് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ട്രസ്റ്റും കൂടി ചെയ്യാൻ പറ്റുന്ന ബ്രോക്കറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകത എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മുടെ ചാർജസ് എല്ലാം തന്നെ ഫ്ലാറ്റാണ്. നമ്മൾ എടുക്കുന്ന ലോട്ട് അനുസരിച്ചോ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചൊന്നും ബ്രോക്കറേജ് കൂടുന്നില്ല. അപ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ, അതായത് ഈ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി US വലിയൊരു ഇടിവ് കണ്ടു. ഇടിവിന് ശേഷം ചെറുതായിട്ടൊന്ന് തിരിച്ച് കയറിയിട്ട് വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഫ്യൂയി ഇല്ല. US മാർക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം റിസഷൻ സാധ്യതകൾ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുന്ന ഒന്നല്ലല്ലോ. സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ അത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായിട്ടില്ലല്ലോ, അതും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റും 25,000 ആ ഒരു റേഞ്ചിൽ നിന്ന് ഫോളായി. കറക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് നിഫ്റ്റി 50 കമ്പനീസിൻ്റെ റിസൾട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് MSME, HDFC ബാങ്കിൻ്റെ ഇൻക്ലൂഷൻ, കുറച്ച് ഫണ്ടുകൾ HDFC ബാങ്കിലേക്ക് വന്നേക്കാം. കൂടാതെ തന്നെ കുറച്ച് മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ റിസൾട്ട്, കൂടാതെ തന്നെ ലോക്കൽ ക്യൂസുകൾ, US മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റീസെൻ്റായിട്ട് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം തന്നെ പോസായിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റിലും ഓൾമോസ്റ്റ് പോസായിട്ടുണ്ട്. സെപ്റ്റംബറിലെ റേറ്റ് കട്ടാണ് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഗ്ലോബൽ ഈവൻറ്റുകളാണ് ഇനിയിപ്പോൾ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടത്. നമ്മളുടെ റിസൾട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി റിസൾട്ടുകളൊന്നുമില്ല. അപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകളും ഗ്ലോബൽ ക്യൂസ്, അതായത് ഗ്ലോബൽ വാർത്തകളും ലോക്കൽ സ്റ്റോക്കുകളുടെ വാർത്തകളായിരിക്കും അതാത് സ്റ്റോക്കുകളുടെ ആ ഒരു ചലനം മുന്നോട്ടൊക്കെ നിർണ്ണയിക്കുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു ഓൾ.